ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവെ അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്ന് പറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, ക്രിസ്തുവിലായ ഒരു ദൈവ പൈതൽ, അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായിരിക്കുന്നു. സഹോദര, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. സഹോദരി, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പ് നാം എന്നും അറിയുന്നുണ്ട്, തൊട്ടറിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ദാഹമുണ്ടായാൽ ആ ദാഹം നാം തൊട്ടറിയുന്നുണ്ട്. ശരീരത്തിന് ക്ഷീണം വന്നാൽ ആ ക്ഷീണമൊന്ന് മാറാൻ നാം വിശ്രമിക്കാറുണ്ട്. ശരീരത്തിൻ്റെ ശൂന്യതകളും ഇല്ലായ്മകളൊക്കെ നാം എന്നും അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ചത് ആത്മമനുഷ്യനാണ്. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നത് പോലെ, വചനത്തിനായി ദാഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നന്ദി പറയാൻ, സ്തോത്രം ചെയ്യാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച ആത്മാവ് ഒരുക്കമുള്ള ആത്മാവാണ്. ശരീരത്തിന് ക്ഷീണമുണ്ട്, അത് പുറമെയുള്ള മനുഷ്യനാണ്. എന്നാൽ നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ഒരുക്കമുള്ളവനാണ്. ശിഷ്യന്മാരുടെ കണ്ണിന് ഭാരമേറുകയാൽ അവരുറങ്ങുന്നത് കണ്ട യേശു അത് പ്രോത്സാഹിപ്പിച്ചില്ല. നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്, ഉറങ്ങിക്കോളൂ എന്ന് യേശു പറഞ്ഞില്ല. യേശു കണ്ടത് ക്ഷീണമല്ല, യേശു കണ്ടത് അകത്തെ മനുഷ്യൻ്റെ ഒരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തുള്ള ആത്മാവ്, വീണ്ടും ജനിച്ച ആത്മാവ്, അത് ഒരുക്കമുള്ള ആത്മാവാണ്. ദൈവത്തോട് അടുക്കുവാൻ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നത് പോലെ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ അവൻ കൊതിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒരു സഭായോഗത്തിൽ, ഒരു കൂടിവരവിൽ വചനം കിട്ടിയാൽ മതിയോ? ആഴ്ചയിൽ ഒരിക്കലാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? അല്ല, ദിവസവും കുറഞ്ഞത് 3 നേരം കഴിക്കുന്നൊരു ശീലം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നും നമുക്ക് വചനം ആവശ്യമാണ്. എന്നും നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. അകത്തെ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? തിരുവചനം പറയുന്നവൻ ഒരുക്കമുള്ള ആത്മാവാണ്. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അവൻ പുതുക്കം പ്രാപിക്കുന്ന ആത്മാവാണ്. അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന ആത്മാവാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യന് ഒന്ന് കയറി വരാൻ കൊതിയുണ്ട്. നിങ്ങളത് അറിയുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളത് അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നല്ല പ്രവൃത്തികൾ ഉണ്ടാകണം. പുതിയ മനുഷ്യന് പുതിയ പ്രവൃത്തികളാണ്. പുതിയ മനുഷ്യൻ്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശു, പിതാവിൻ്റെ ഇഷ്ടം അറിയുന്ന യേശു,
പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരുങ്ങുകയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുന്ന യേശു രാത്രി വിശ്രമിക്കുന്നതിന് മുൻപ് വീണ്ടും പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്ന യേശു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരെ, അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്ന യേശു, ചേർത്ത് നിർത്തുന്ന യേശു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച ആത്മാവിന്, നിങ്ങളുടെ അകത്തെ മനുഷ്യന് ഒരുക്കമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, ഒന്ന് വളരാൻ കൊതിക്കുന്നുണ്ട്. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാൻ, തുടർമാനമായി പ്രാർത്ഥിക്കുവാൻ, സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ പുഷ്ടി ദൈവം ആഗ്രഹിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിനായി കാംക്ഷിക്കുന്ന ഒരുവൻ നിങ്ങളുടെ അകത്തുണ്ട്. അവനെ അറിയുക, അവൻ്റെ ദാഹവും വിശപ്പും ഒരുക്കവും അറിയുക. അവന് വളരാൻ അവസരം കൊടുക്കുക. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.